പറയുടെ കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം, ഇത് കലികാലം. കുക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കുക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം, ഇത് കലികാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം, ഇത് കലികാലം. കലികാലം, ഇത് കലികാലം. കൊറേ നാളായല്ല നോക്കുന്നത്, വല്ലത് അടിക്കുന്നുണ്ടെന്ന് തൂക്ക. അടിക്കുന്നുണ്ടോന്ന് മാത്രം നീ ചോദിക്കരുത്. 3 മാസം മുമ്പ് അന്തൂക്കെ ഒരു കാറടിച്ചില്ലേ, അന്ന് 5 ദിവസം ആശുപത്രിയിൽ കിടന്നു. അല്ലേ അന്തൂക്ക? നീരിക്കന്റെ ബായിൽ വരുന്ന പച്ച വർത്താൻ അറിയാലോ. ആ ചൂടാവല്ല എന്റെ അന്തൂക്ക, ഗണേശനൊരു തമാശ പറഞ്ഞതല്ലേ. ആ ഇവന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട് ഇപ്പൊ. മദ്യനയം മാറ്റം, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം നാളെ. റോഡപകടങ്ങൾ കൂടുന്നു. ബസ് ബൈക്കിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എങ്ങനെ കൂടാതിരിക്കും? 2-3 മീറ്റർ വീതിയുള്ള റോഡിൽ കൂടിയല്ലേ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്നത്. ഒരു വീട്ടില് മിനിമം 2 വാഹനം തന്നെ കണക്ക്. ഒരു കാറും ഒരു ബൈക്കും. ആണുങ്ങളെക്കാളും കൂടുതൽ ഇപ്പൊ പെണ്ണുങ്ങളല്ലേ വണ്ടി ഓടിക്കുന്നത്, അതും ഈ മുരുണ്ടുന്ന 2 വീലറും കൊണ്ട്. അത് ശരിയാ, ഒരു 2 വീലർ പോലും ഇല്ലാത്ത ഏത് പെണ്ണാ ഇപ്പോഴുള്ളത്? ബാങ്കിൽ കളക്ഷൻ എടുക്കുന്ന വെമ്പിള്ളേർക്ക് വണ്ടിയുണ്ട്, LIC-കാർക്കും ടീച്ചർമാർക്കും വണ്ടിയുണ്ട്. എന്തിനധികം പറയുന്നു, തേപ്പ് പണിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് വരെയുണ്ട് ഇപ്പൊ 2 വീലർ. ഇല്ലേ അന്തൂക്ക? ഡ്രൈവിംഗ് അറിയില്ലെങ്കിലും കാഴ്ചക്ക് വീട്ടിൽ ഒരു കാറ് വേണം, അത് നിർബന്ധ. എന്ത് പറ്റി മെമ്പറേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് ആരെങ്കിലും കൈ തല്ലി ഒടിച്ചാ? അല്ല, കയ്യിലിരിപ്പ് അതാണല്ല. ഇവിടെ താടിക്ക് തീ പിടിക്കുമ്പോ തമാശ പറയുന്നത്. നീ ചൂടാവാതെ കാര്യം പറ മെമ്പറേ. ഇന്നലെ പഞ്ചായത്തില് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയതേ ഉള്ളൂ. റോഡിലെത്തിയപ്പോ എന്നെ തട്ടിയിട്ടിട്ട് റോക്കറ്റ് പോകുമ്പോഴല്ലേ പോയത്. അപ്പോ അതെന്താ സാധനം? തോക്ക് കയറി വെടിവെക്കാതെ മുഴുവനും കേക്ക്. ഒരു കൊടുങ്കാറ്റും പേമാരിയും വന്ന പോലെ ചെവിന്ന് കഴിഞ്ഞ് എന്തെല്ലോ പായുന്നുണ്ടായി. എനക്കൊന്നും ഓർമ്മയില്ല. ഈ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയാൻ പറ. അതെന്നോടോ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് ബോധം വരുമ്പോ മനസ്സിലായത്, നമ്മളെ കയ്യിലെ ദാമോറിന്റെ മോലിന്റെ ആ പൊടിക്കുപ്പി പോലത്തെ ചെക്കൻ ഓ പുതിയ വണ്ടി എടുത്ത് റോഡുമലേ പാഞ്ഞതാ. അതിന്റെ പാടായത്. അല്ലടോ, ആ ചെക്കനോടോ പഠിക്കാൻ പറ്റല്ലേ ചെയ്യുന്നപ്പാ? ലീവിന് കാലന്റെ രൂപത്തിൽ വന്നതാ എന്നെ കൊല്ലാൻ. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ 3 എണ്ണത്തിനെയൊക്കെ കേട്ടിട്ടല്ലേ വണ്ടിയിൽ അങ്ങ് ശറപറ പായുന്നത്, അതും ചെവിയിൽ ഓരോ വയറും ഇറക്കി പിടിച്ചിട്ട്. കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ റോഡിന്റെ കാര്യം. അടുത്ത കാലത്തോ മറ്റോ ഉണ്ടാവുക. റോഡ് വികസിക്കില്ല, പക്ഷേ ഇവന്റെയൊക്കെ പോക്കറ്റാ വികസിക്കുക. വികസനമില്ല എന്ന് പറഞ്ഞു നടന്നാൽ മാത്രം പോരാ. എന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോകുന്ന റോഡായിരുന്നു. ഇന്ന് MP ലോറി വരെ പോകാം. ഇതൊന്നൊരു വികസനമല്ലേ? പിന്നെ എന്റെ ഭാര്യ വീട്ടിലേക്ക് റോഡേ ഉണ്ടായിരുന്നില്ല. ഇന്നോ വലിയ റോഡല്ലേ? ഇതൊന്നൊരു വികസനമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്
നിങ്ങൾ റോഡിന്റെ പ്രശ്നമുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാൻ ശരിയാക്കാം. അല്ലാതെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്ത് കാര്യം സുഹൃത്തെ? എന്റെ അമ്മയുടെ ഒരു പെൻഷന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലടോ. ആ, ഈ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ല. നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണം. ഇതിവിടെ പറയാൻ തുടങ്ങിയിട്ട് കാലത്രയായി. ഞമ്മ ഇവിടെ കച്ചവടം തുടങ്ങിയ മുതൽ ഇവരിവിടെ വരാൻ തുടങ്ങിയതാ. അന്ന് മുതൽ ഞമ്മ ഇത് കേൾക്കുന്നതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? മരുമകന്റെ എഴുത്തൊക്കെ വരാറില്ലേ? ഞാൻ അന്വേഷിച്ചതായി പറയണം. കാലം പോയതൊന്നും മെമ്പർ അറിഞ്ഞിട്ടേ ഇപ്പോഴാരെങ്കിലും കത്തെഴുതാറുണ്ടോ? ഇപ്പോഴെല്ലാം മൊബൈലല്ലേ, മൊബൈല്. എന്തെങ്കിലും ഒരു വീട്ടുവിശേഷം ചോദിക്കണ്ടേ, അങ്ങനെ ചോദിച്ചതാ. നീ സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. കടപ്പുറത്തേക്ക് നീ പൂഴി കയറ്റി അയക്കല മെമ്പറേ. ഹലോ, അതെ, മെമ്പറാണ്. ആ, ഞാൻ അല്പം തിരക്കിലാണോ? തിരുവനന്തപുരത്താ ഉള്ളത്, കോൺഫറൻസിലാ. ആ, CM ആയിട്ട് ചെറിയൊരു നീ വൈകുന്നേരം വിളിച്ചാൽ മതി. എടാ, വൈകുന്നേരം വിളിച്ചാൽ മതി. ആ, ശരി. ആ, ഇതാണ് മൊബൈലിന്റെ ഒരു ഗുണം. ഏത് സമയത്തും ഡൽഹിയിലും പോവാ, തിരുവനന്തപുരത്തും പോവാ. അല്ല മെമ്പറെ, ഇവിടെയുള്ള നിങ്ങ എങ്ങനെയാ തിരുവനന്തപുരത്താവുക? എടാ ബുദ്ധി, അത് പറയുമ്പോഴുണ്ടാകുന്ന സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചറിയണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം. കാലാവധി തീരാറായില്ലേ, അതിന്റെ ഭ്രാന്ത. അന്തൂക്ക, എന്തിന്ന് നീ ആലോചിക്കുന്നു? വയസ്സാം കാലത്ത് എന്തെന്നീ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു? എടോ രവി, ഞമ്മക്കൊരു പൂതി. വീണ്ടും കല്യാണം കഴിക്കാൻ പൂതിയല്ലേ? കൊള്ളാം, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എത്ര വേണേലും കെട്ടാലോ. ഉണ്ടാണ്ടിരിക്കും ഹിമാറെ, ഇതൊന്നും അല്ല. ഞമ്മക്കും വണ്ടി പഠിക്കണം, എന്നിട്ട് വേണം ഞമ്മക്ക് ഈടെല്ലാം ഒന്ന് കറങ്ങാൻ. ആ, ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് എന്തിന്റെ കേടാ? അല്ല, ഈ വയസ്സാം കാലത്ത് വണ്ടി ഇടിച്ച് ചാവൂന്ന് ജാതകത്തിലുണ്ടോ? എടോ, ഞമ്മളെക്കാളും വയസ്സില്ല മീത്തിലെ രാഘവൻ നായരില്ലേ, ഒരു വണ്ടി എടുത്ത് പോകുന്നില്ലടോ, നല്ല ചുറുചുറുക്കോടെ. വയസ്സല്ല, മനസ്സാണ് പ്രധാനം. ഞമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, വണ്ടി പഠിച്ചേ അടങ്ങും. എന്നാൽ എനിക്ക് പരിചയമുള്ളൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോയാലോ? അപ്പൊ ശ്രീത്തെ 6 ഫോട്ടോ, റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൊണ്ട് ബുധനാഴ്ച വരണം. അറ്റസ്റ്റ് ചെയ്യണം. ആ, കേട്ടാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പർ തന്നെ വിളിച്ചാൽ മതി. ആ, ഇതൊന്ന് ഈ പുസ്തകം ഒന്ന് വായിച്ച് പഠിച്ചോളൂ കേട്ടാ. ഓക്കെ, ശരി. ബുധനാഴ്ച കേട്ടാ. നമസ്കാരം രാജേന്ദ്ര. നമസ്കാരം മാഷേ. ഇത് അന്തൂക്ക, ഇദ്ദേഹത്തിന് ഡ്രൈവിംഗ് പഠിക്കണം. അല്ല മാഷേ, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാല് 4 വീലോ അതോ 2 വീലറോ? കാറൊന്നും വേണ്ട, ഞമ്മക്ക് കൂട്ടർ പഠിച്ചാ മതി. എന്താ പേര്? അന്തൂക്ക. മുഴുവൻ പേര് പറ, അതായത് വീട്ടുപേര്. വളപ്പിന്റെ അകത്ത് അന്തൂന്ന്. ഈ വണ്ടി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല മാഷേ, ഞമ്മക്കിത് എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും? അത് നിങ്ങളെ കഴിവോടെ ഇരിക്കും. പിന്നെ അന്തൊക്കെ സൈക്കിൾ അറിയാം? അറിയോന്നാ, ഞമ്മൾ ഈ കച്ചവടം ഇല്ലാത്ത സമയത്ത് സൈക്കിൾ മീൻ വിറ്റിട്ടാ ഞമ്മ ജീവിക്കുന്നു മാഷേ. മതി, നിങ്ങൾ വണ്ടി ഓട്ടാൻ പകുതി പഠിച്ചു. ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് ചില പരീക്ഷകളൊക്കെ ഉണ്ട്. അല്ല, ഈ പരീക്ഷ എന്ന് വെച്ചാല് ഞമ്മക്ക് എഴുതിയിട്ടൊന്നുമില്ല, പരിചയമില്ല. ഞമ്മ 4ാം ക്ലാസ് വരെ പോയിട്ടു. മതി, 4ാം ക്ലാസ് മതി. അന്നൊക്കെ പകുതി ലൈസൻസ് കിട്ടി. ഇനി പകുതി കിട്ടാൻ പഠിക്കണം. അത് ഞാൻ പഠിപ്പിച്ചോളാം. അല്ല മാഷേ,
ഈ പരീക്ഷ എന്ന് പറഞ്ഞാല് അത് പറഞ്ഞില്ല. അന്തുക്ക് അത് എഴുത്തു പരീക്ഷ ഒന്നും അല്ല, കമ്പ്യൂട്ടർ പരീക്ഷ. കമ്പ്യൂട്ടർ പരീക്ഷയാ? അതെന്ത് പരീക്ഷയാണിപ്പാ? ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പ്യൂട്ടർ ചില ചോദ്യങ്ങൾ ചോദിക്കും. പേടിക്കേണ്ട, ഓപ്ഷനും ഉണ്ടാവും. അതെന്ത് സാധനം? അതായത് ഒരു ചോദ്യത്തിന് 3 ഉത്തരം, ശരിയായ ഉത്തരം തൊട്ടാൽ മതി. പരീക്ഷ ജയിച്ചാല് ക്ലാസ്സിന് പോണം. ഈ വയസ്സാം കാലത്ത് ഞമ്മക്ക് ഇനി സ്കൂളിലും പോണാ? എന്റെ അന്തൂക്ക, സ്കൂളിലൊന്നും പോകണ്ട. അത് റോഡ് അപകടങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്, അത് നിർബന്ധമായും പങ്കെടുത്തിരിക്കണം. അത് നിന്നെ പോലെവർക്കല്ലേ വേണ്ടത്. നിന്നെ പോലെവർക്കല്ലേ ബേദരാകുമ്പോ ബോധമില്ലാത്തതെന്ന്. ഞമ്മക്ക് നല്ല ബോധമുണ്ട്. ബോധമുള്ളവർക്കും പോണം, ബോധമില്ലാത്തവർക്കും പോണം. എന്നാലേ ലൈസൻസ് കിട്ടൂ. അത് കഴിഞ്ഞാൽ ഈ ലൈസൻസ് കിട്ടുമപ്പാ? ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കണം. അത് മാത്രമല്ല, ഇതിലെല്ലാം പാസ്സാവും വേണം. അല്ല മോനെ, വല്ല ചില്ലറയും കൈമടക്ക് കൊടുത്താൽ ഈ സാധനം കിട്ടുക? Preview. അന്തുക, ഇത് ക്ലച്ച്, ഇത് ആക്സിലേറ്റർ. ആക്സിലേറ്റർ മെല്ലെ കൊടുക്കുമ്പോ ക്ലച്ച് പതുക്കെ വിടണം, മനസ്സിലായോ? ഇത് ആക്സിലേറ്റർ, ഇതാണ് സ്പീഡ് കൂട്ടുന്ന സാധനം. ഇത് കുറക്കണമെങ്കിൽ ക്ലച്ച് മെല്ലെ പിടിക്കണം, പതുക്കെ, മനസ്സിലായോ? ഇതെല്ലാം ഒന്ന് മെല്ലെ എടുത്തു നോക്കി. ഇതെല്ലാം കാണുമ്പോൾ ഞമ്മക്ക് തടി കിടുകിടാന്ന് വേർക്കുന്നു മാഷേ. മാത്രമല്ല ഞമ്മക്കാണെങ്കിൽ ഒടുക്കത്തെ ഷുഗറും പ്രഷറും ഇല്ലതാണ്. അന്തുക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലേ? ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, പതുക്കെ പതുക്കെ അതെല്ലാം ശരിയാവും. ഇനി ഓടിച്ചു നോക്കിയാ, മെല്ലെ മെല്ലെ പിടി, ക്ലച്ച് പിടി. എടോ രവി, നമ്മുടെ അന്തൂക്ക പുതിയ വണ്ടി വാങ്ങിച്ചത് അറിയില്ലേ താൻ? അതിന് അന്തൂക്ക ഡ്രൈവിംഗ് പഠിച്ചോ? എടോ, ഇപ്പൊ വണ്ടി വാങ്ങാൻ ഡ്രൈവിംഗ് എന്തിനാ പഠിക്കുന്നേ? അതിലൂടെ അങ്ങ് പഠിക്കലല്ലേ. അയാളെ മക്കൾക്ക് 2 വണ്ടിയില്ലേ, ഏടെ വേണമെങ്കിലും ഉപ്പാനെ കൊണ്ടാക്കുകയും ചെയ്യും. ഇപ്പൊ ഈ വണ്ടി വാങ്ങേണ്ട വല്ല കാര്യമുണ്ട് അയാൾക്ക്? കൂട്ടണം, കുറക്കണം, എല്ല്. ഇതെന്ത് പറ്റി? കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. എടോ രവി, ഞമ്മ ഒരു വണ്ടി വേങ്ങി, അതും കൊണ്ടൊന്ന് മാർക്കറ്റ് പോവാൻ നോക്കിയതാ. റോട്ടിലെത്തിയതേ ഞമ്മക്ക് ഓർമ്മയില്ലു. ബ്ലുന്നും പറഞ്ഞിട്ട് റോട്ടിന്റെ സ്രാണ്ടിൽ ഒരു വീലും. ബോധം തെളിഞ്ഞപ്പോ ഞമ്മ ആശുപത്രിയിൽ. അപ്പൊ നിങ്ങ മീത്തിലെ രാഘവൻ നേരെ കാര്യം പറഞ്ഞു, മറ്റവന്റെ കാര്യം പറഞ്ഞു. ശാപത്ത് കുത്താതടോ, അനുഭവല്ലേ ഗുരു. ഈ നിന്ന് ഞമ്മക്കൊരു കാര്യം മനസ്സിലായി. ഞമ്മക്ക് നമ്മളെ പഴയ സൈക്കിളേ പറ്റൂ. അതാവുമ്പോ ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, പെട്രോൾ അടിക്കണ്ട, ശരീരത്തിന് നല്ല വ്യായാമം കിട്ടും. ഇതുകൊണ്ടൊന്നും അന്തൂക്ക തളരരുത്. ഒരുപാട് വീണാലല്ലേ നടക്കാൻ പഠിക്കൂ. നെപ്പോളിയൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അസാധ്യമായി ഒന്നുമില്ല. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം, കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം, ഇത് കലികാലം.
ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം കലികാലം ഇത് കലികാലം കലികാലം ഇത് കലികാലം